തൃശൂരിലെ തോൽവിയിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച കെ മുരളീധരൻ നട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ളവരായിരുന്നു മുൻപന്തിയിൽ നിന്നത്. തൃശൂരിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നും പ്രവീൺകുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് മുരളീധരൻ വിമർശിച്ചു. ജനത്തെ ആകർഷിക്കുന്ന നേതാക്കൾ ഇപ്പോൾ പാർട്ടിയിലില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ അവസാനത്തെ ബസ്സാണെന്നും മുരളീധരൻ പരിഹസിച്ചു. തൃശ്ശൂരിലെ 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാന്മാർ അറിഞ്ഞു. എന്നിട്ട് പറയാൻ ഉറപ്പായി ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടാവുന്നത്. അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ടയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ടാണല്ലോ ജീവിതം. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറയും. വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടുമില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഏതായാലും ചെന്ന് വിട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പാർട്ടി വിമർശനത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് കെ മുരളീധരൻ. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? സ്മൃതി, അതായത് തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം മുരളീധരൻ വളരെ നിരാശനാണ്. അദ്ദേഹം പലതവണ ഇക്കാര്യത്തിൽ വിമർശനമായ രീതിയിൽ പ്രതികരിച്ചതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം വീണ്ടും നേതൃത്വത്തിനെതിരെ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് DCC ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയിരുന്നു. ആ വേദിയിൽ വെച്ചാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് താൻ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്ന് അയക്കുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ആ വണ്ടിക്ക് നെട്ടുമില്ല, ബോൾട്ടുമില്ല, സ്റ്റിയറിംഗുമില്ല എന്നൊരവസ്ഥ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നു. തൃശ്ശൂരിൽ നിന്ന് ജീവനം കൊണ്ടാണ് താൻ ഓടിയതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അതിൽ സംസാരിക്കാൻ വേണ്ടി കേരളത്തിലെ നേതാക്കൾ മാത്രം മതിയായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ സാഹചര്യം കേരളത്തിൽ മാറിയിരിക്കുന്നു. ഏതൊരു പരിപാടി സംഘടിപ്പിച്ചാലും അതിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ വരേണ്ട സാഹചര്യമാണ്. എങ്കിൽ മാത്രമേ ആളുകൾ കൂടുന്നുള്ളൂ. നേതാക്കന്മാരുണ്ടെങ്കിലും ആളുകളെ കൂട്ടാൻ കഴിയുന്ന നേതാക്കന്മാർ കേരളത്തിലില്ല, കോൺഗ്രസിനില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് തൃശ്ശൂരിൽ BJP 56,000 പുതിയ വോട്ടുകൾ ചേർത്തു. പക്ഷേ കോൺഗ്രസിൻ്റെ അവിടെയുള്ള വിദ്വാൻമാർ അത് അറിഞ്ഞില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു BJP പുതിയ വോട്ടുകൾ ചേർത്തത് അവർക്ക് ഗുണകരമായി എന്ന് കെ മുരളീധരൻ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചതാണ്. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ അല്ലെ തൃശ്ശൂരിലുള്ള പ്രവർത്തകർക്കോ അത് മനസ്സിലാക്കി വോട്ടർ പട്ടികയിൽ പുതിയ പേരുകൾ ചേർക്കാൻ സാധിച്ചില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമായതുകൊണ്ട് താൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണ്, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേതാക്കന്മാർക്കെതിരെ കെ മുരളീധരന്റെ സന്തത സഹചാരിയായിരുന്നു പ്രവീൺകുമാർ. ഇപ്പോൾ പ്രവീൺകുമാറിനോടുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് വിമർശനം. സ്മൃതി, അങ്ങനെ ബന്ധം വഷളായി എന്ന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം സംഘടിപ്പിച്ച, അതായത് കോഴിക്കോട് DCC സംഘടിപ്പിച്ച പരിപാടിയിലാണ് അദ്ദേഹം സഹകരിച്ചിരിക്കുന്നത്. ഈ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷവും കോഴിക്കോട് DCC സംഘടിപ്പിക്കുന്ന പരിപാടികൾ കെ മുരളീധരൻ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് DCC അതേ ഒരു നീരസം വെക്കുന്നില്ല. പക്ഷേ അതേ വേദിയിൽ വെച്ച് തൻ്റെ പരിവും അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തത്. അതായത് വടകരയിൽ നിന്ന് KPCC നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ പോകാൻ പറഞ്ഞ സമയത്ത് കോഴിക്കോട് DCC നേതൃത്വം ഉൾപ്പെടെ പോയിക്കോള് വിജയിച്ച് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കെ മുരളീധരൻ അന്ന് വീട്ടിൽ പോയി കാണുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. MK രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിൽ പോയി കണ്ടാണ് അദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് വടകരയിൽ നിന്ന് അയക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് തന്നെ തൃശ്ശൂരിലേക്ക് പോയിക്കോളൂ, ജയിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ജയസാധ്യതയുള്ള സീറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുന്നത്. പക്ഷേ തൃശ്ശൂരിലാണ് തൃശ്ശൂർ എന്ന കോൺഗ്രസിനകത്തെ പരിഭവവും വിമർശനവുമാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് സിനോജ് നൽകിയെങ്കിൽ ഇനി